ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് ഇന്ന് 13 കൊല്ലം തികയുകയാണ്. പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ചലനാത്മകമാക്കിയ അധ്യാപകനായിരുന്നു പ്രൊഫസർ സുകുമാർ അഴീക്കോട്. അനീതിയോട് കലഹിക്കാനും അതിനെതിരെ ശബ്ദിക്കാനും തലമുറകൾക്ക് അദ്ദേഹം പ്രചോദനമായി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സർഗധനായ പ്രഭാഷകൻ്റെ ഓർമ്മദിനമാണ് ഇന്ന്. ആ പഴയ നരേന്ദ്രൻ അവിടെ പ്രസംഗിച്ചത് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങൾ, വിശ്വാസ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വാക്കുകളുടെ വിസ്മയമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ പറയുകയും എഴുതുകയും ചെയ്തു അഴീക്കോട്. ഒരേ സമയം സാമൂഹിക വിമർശകനും സാഹിത്യ വിമർശകനും സമഗ്ര വിമർശകനുമായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും നിരന്തരം കലഹിച്ചു. നമുക്ക് രാജ്യത്ത്, ഈ ലോകത്തിൽ ഒരു മനുഷ്യനുള്ള അവകാശം മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായി ജീവിക്കുവാനുള്ള അവകാശമാണ്. നട്ടെല്ലുള്ളൊരു നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അഴീക്കോടിന് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി മാറിയത്. വിമർശനത്തിന്റെ കൂരമ്പിൽ കോർത്തവയായിരുന്നു അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സ് മുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കോടിന്റെ ശബ്ദം. കണ്ണൂർ അഴീക്കോട് അധ്യാപകനായിരുന്ന പി ദാമോദരന്റെയും കോളോത്ത് തെട്ടാരത്ത് മാധവിയമ്മയുടെയും 6 മക്കളിൽ 4-മൻ. മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അഴീക്കോട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാളം വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവുമായിരുന്നു. 1961 തലശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു ഗ്രന്ഥത്തിൻ്റെ മഹത്വം ജീവിച്ച വ്യക്തിയുടെ മഹത്വമാണ്. ജീവിച്ച വ്യക്തിയുടെ മഹത്വം ഇല്ലാതെ വരുമ്പോഴാണ് ഗ്രന്ഥത്തിന് കൃത്രിമങ്ങളായ മഹത്വങ്ങൾ നാം ഉണ്ടാക്കേണ്ടി വരുന്നത്. ആശാന്റെ സീതാകാവ്യം, മലയാള സാഹിത്യ വിമർശനം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, തത്വമസി, ഭാരതീയത, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെതായിട്ടുണ്ട്. 2012 ജനുവരി 24 തന്റെ 85-ാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24.